വാവ്. ഈ ക്രോം ബഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും കടയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഊരിയ സാധനങ്ങളാണ്. അല്ല കുറേയൊക്കെ സംഭവം ഗോപ്രോ എന്തായാലും വയ്ക്കുമ്പോൾ ഈ ഒരു ആംഗിളിൽ നമുക്ക് കിട്ടും. വാവ്, ചെയ്യുന്നതായിട്ടൊരു ശബ്ദമാണ്. അത് ഇൻറ്റർസെപ്റ്ററിലും GT-ക്കും വരുന്ന വണ്ടി വാങ്ങിക്കുമ്പോഴുള്ള ശബ്ദമാണ്. ഇതുപോലും അവിടുത്തെ സർവീസ് സെൻറ്ററിൽ നിൽക്കുന്ന നല്ല ഗണിതമായ കുട്ടികൾക്ക് അറിയില്ല. ഗായ്സ്, ഗുഡ് ഈവനിങ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ GT-യുടെ ഹാൻഡിലാക്കിയിട്ട് വേറെ സംഭവങ്ങളൊന്നും കാണിച്ചില്ല. പിന്നെ നമ്മൾ വണ്ടി അന്നത്തെ ഒരു വീഡിയോയിൽ നിർന്നതാണ്. അപ്പോൾ ഇന്നെന്തായാലും വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല. പിന്നെ അന്ന് മാറ്റിയ പാർട്സും കാര്യങ്ങളൊക്കെ റൂമിൽ ഇരിപ്പം അതും കാണിച്ചില്ല. അപ്പോൾ എന്തായാലും ഉറക്കപ്പിച്ചിട്ട് എണീച്ചപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് അടിച്ച് തുടങ്ങി. നമുക്ക് എന്തായാലും കാർ ഷെഡിങ്ങിന് വേണ്ടി എടുത്ത് പുറത്ത് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറയാം. പിന്നെ നമുക്ക് റൂമിൽ പോയി പാർട്സും കാര്യങ്ങളൊക്കെ കാണാം. എന്തായാലും ഒരുപാട് രൂപയ്ക്ക് വാങ്ങിച്ച സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കണ്ട് രസിക്കാനുള്ള സംഭവങ്ങളൊക്കെ എന്തായാലും കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിന് തുടങ്ങാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീട്ടിലോട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി മൂടി വെച്ചിട്ടുണ്ട്. അമ്മച്ചി ഇവിടെ വഴക്കോറുകൊണ്ടിരിക്കുന്നു. അവരുടെ അടുത്ത് പോയി സംസാരിച്ചിട്ടില്ല, വീഡിയോ എടുത്തോണ്ട് നടക്കുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം വരാം വീഡിയോ എടുത്തിട്ട് ഇപ്പം വരാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ എന്തായാലും വണ്ടി പുറത്തിറക്കി വെച്ചിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല. വണ്ടിയുടെ ലുക്ക് കുറേ പേര് പറഞ്ഞു ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതിന് പോരായ്മയുണ്ട്, കാണാനുള്ള ലുക്കുണ്ട്. പക്ഷേ ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇന്നത്തെ വീഡിയോ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോഡിൽ സാധാരണ രീതി ഓട്ടിക്കുമ്പം സാധാ കട്ടർ റോഡിൽ പോയൊരു സീനില്ലായിരുന്നു. ഇപ്പം കട്ടർ റോഡിലൊക്കെ പോകുമ്പോൾ കയ്യിൽ നന്നായിട്ട് അറിയുന്നുണ്ട്. എന്തായാലും വണ്ടി എടുത്ത് കുറച്ച് വെളിച്ചത്തോട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. ഐസ് നമ്മൾ വണ്ടി എടുത്താൽ പുറത്ത് വെച്ച് വാവ്, കാണാൻ തന്നെ അടിപൊളി ലുക്കല്ലേ. ഈ ലുക്ക് കണ്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പം നമ്മൾ പുറത്തോട്ട് പോയത് കുറച്ചൊക്കെ എടുത്തോളൂ. കാരണം കഴിഞ്ഞൊരു ദിവസം വീഡിയോ മഡ് റൈസൊക്കെ അടിച്ചിട്ട് കഴുകി കൊണ്ട് വെച്ചതാണ്. പിന്നെ നമ്മൾ വവ്വാമൂല അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോയി അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടു കാണും. എന്തായാലും ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടു കാണും. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ പോയിട്ട് ഇതാ കൊണ്ടുവച്ചിരിക്കുകയാണ്. അന്ന് അടിച്ച ഫുൾ ടാങ്ക് ഇപ്പോഴും അതുപോലെ കിടപ്പുണ്ട്. എന്തായാലും ടാങ്ക് തുറന്ന് കാണിച്ചു തരാം. വാവ്, എന്തായാലും ഫുൾ ടാങ്ക് ഇതാ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്തായാലും ഫ്യൂൽ പമ്പിനൊന്നും പെട്ടെന്നൊന്നും പണി വരില്ല. അപ്പോൾ എന്തായാലും കുറേ ദിവസം കൊണ്ട് വിചാരിക്കുക ഫുൾ ടാങ്ക് അടിച്ച് ഇടണമെന്ന്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് സെറ്റായി. അപ്പം അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനി സീനില്ല. ടാങ്കിൽ വേറെ ടാങ്ക് ഇനി ഇവിടെ പോളിഷ് ചെയ്യണം. ഇവിടുത്തെ ബ്ലാക്കൊക്കെ ഒന്ന് ഫെയ്ഡായി. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് സെറ്റാക്കി വയ്ക്കണം. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും കട ഉണ്ടെങ്കിൽ ടാങ്ക് ഒന്ന് ബഫ് ചെയ്യാമെന്ന് ചോദിച്ചു. ഈ ക്രോം ബഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും കടയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ എന്തായാലും കാണുന്നവരൊക്കെ ഒന്ന് ഈ സാധനമില്ലേ ലേക്ക് ഇതൊന്ന് അടിച്ച് തന്നെ തുടങ്ങാം കേട്ടോ. പിന്നെ നമ്മൾ എക്സോസ്റ്റ് കുറേ എക്സോസ്റ്റ് സജസ്റ്റ് ചെയ്ത് AEW എന്തോ RRO അങ്ങനെ എന്തൊക്കെ പറഞ്ഞ എക്സോസ്റ്റ് പറഞ്ഞ് ഞാൻ റെഡ് റൂസ്റ്റർ കുറേ സംഭവങ്ങൾ ഞാൻ കേട്ടു. ഞാൻ എന്തായാലും കുറേ നോക്കിയിട്ട് വിലയ്ക്ക് എല്ലാം സെറ്റാവുന്ന ഒരു എക്സോസ്റ്റ് ആയിരിക്കും എന്തായാലും എടുക്കാൻ പോകുന്നത്. എന്തായാലും ഉടനെ നിങ്ങളെ അറിയിക്കുക ആ സംഭവം. ഉടനെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൻ്റെ ഇത് തീർന്നിട്ട് ഉടനെ നമ്മൾ എന്തായാലും സെറ്റാക്കും. എന്തോ AEW അത് കൊള്ളാമെന്ന് തോന്നി. പിന്നെ എന്തോ RR അതിൻ്റെ ഫുൾ നെയിം ഞാൻ സൈഡിൽ കൊടുത്തിരിക്കും. എനിക്ക് പെട്ടെന്ന് അറിയില്ല. എന്തായാലും അതൊക്കെ സെറ്റാക്കണമെന്നുണ്ട്. എന്തായാലും ഇതിന് ചേരുന്ന ഏതാണെന്ന് നോക്കിയിട്ടും പിന്നെ എനിക്ക് കാണാൻ ലുക്കായിട്ട് തോന്നിയത് AEWയും റെഡ് റൂസ്റ്ററുമാണ്. പിന്നെ മറ്റേതൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. നാറ്റോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പക്ഷെ അതിനിങ്ങനെ കണ്ട് ഒരു ഇതായി. അതിങ്ങനെ ഇതേ സെയിം സാധനം തന്നെ എനിക്ക് അറ്റത്ത് കുറച്ച് ഇതായിട്ടേ ഉള്ളൂ. അപ്പം ഏതെങ്കിലും സെറ്റാക്കി വയ്ക്കണം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്തായാലും കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നോ. അപ്പോൾ എന്തായാലും എനിക്കും അറിയാമല്ലോ ഏതൊക്കെ കമ്പനി ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പോയി അടിച്ച് നോക്കും. പിന്നെ കുറേ പേര് പറഞ്ഞ് മറ്റേ BMCയുടെ എയർ ഫിൽറ്ററും കൂടെ വയ്ക്കാൻ പറഞ്ഞ് അതിന് 5000 സംതിങ് രൂപയാവും. ഇപ്പോൾ എൻ്റെ 5000 അടുത്ത് മറക്കില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് എന്തായാലും യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പോൾ എന്തായാലും പതിയെ അതൊക്കെ സെറ്റാക്കാം. പിന്നെ എന്തായാലും എക്സോസ്റ്റ് വയ്ക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളതിൽ മറ്റേ പടപട വിട്ട് അവിടെ പോപ്സ് ആൻഡ് ബാൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഈ സംഭവമൊക്കെ മാറ്റാം, ഈ ബെൻഡേപ്പൊക്കെ മാറ്റാം. ഇതിപ്പം കുറച്ച് റെസ്റ്റൊക്കെ വന്നിരിക്കുകയാണ്. കാരണം പണ്ടേ ഉള്ളതല്ലേ 4-5 വർഷമായി. അപ്പോൾ എന്തായാലും അതൊക്കെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതൊക്കെ പിന്നെ മാറ്റാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും നിലവിൽ വണ്ടി സെറ്റാണ്. വണ്ടി ട്രിപ്പ് പോകുന്ന വീഡിയോ ഒക്കെ എന്തായാലും വരും. ഇപ്പം കുറച്ച് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തിരക്കായതാണ് ഡെയിലി വീഡിയോ അങ്ങനെ കറക്റ്റ് വരാത്തത്. ഇപ്പോൾ 2 ദിവസം ആയെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇങ്ങനെ ഒന്ന് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വണ്ടി ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും റൂമിൽ പോയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ കാണാം. ഇത്രയൊന്നുമല്ല, കുറേ സംഭവങ്ങൾ ഇനി റൂമിൽ ഇരിപ്പുണ്ട്. പിന്നെ പറ്റുന്നതൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ടെന്നുള്ളൂ. ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ഹാൻഡിലില്ലേ അതിൻ്റെ ഈ സംഭവമാണ്. ഈ ഒരു പ്ലേറ്റ് വരുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതായിരിക്കുന്നത്. കാണിച്ചു തരാം ബാക്കി സാധനങ്ങൾ. ഇതാണ് നമ്മളെ ഇൻറ്റർസെപ്റ്ററിൻ്റെ വരുന്ന സംഭവം. ഇൻറ്റർസെപ്റ്ററിന് ഇത് ഊരി വയ്ക്കായിരുന്നു. ഈ 2 സംഭവം ഊരിയിട്ട് നമുക്ക് വയ്ക്കായിരുന്നു. പക്ഷേ ഞാൻ എന്തായാലും പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ആ സാധനം. ഇതിന് നല്ല വിലയുള്ളതാണ്. ഇതിന് നല്ല വിലയുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എന്തെങ്കിലും വില കാണും. അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം. നമുക്ക് തിരിച്ച് മറ്റേ ഹാൻഡിലോട്ട് വയ്ക്കണമെങ്കിൽ വയ്ക്കേണ്ട സംഭവമാണ്. എന്തായാലും വയ്ക്കുക നമ്മൾ തിരിച്ച്. ഇതാണ് അതിൻ്റെ അടിയിലുള്ള ബോൾട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ
കൊള്ളാമല്ലേ, ഇതാണ് സംഭവം. പിന്നെ അതിൻ്റെ സ്ക്രൂവും പിന്നെ അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളും പിന്നെ നമ്മളെ അതിൻ്റെ പിടിയും പിന്നെ നമ്മളിവിടെ മാറിയില്ലേ മറ്റേ പ്ലഗിനകത്തുള്ള സംഭവം, അതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ, അതൊക്കെയാണ് ഈ കവർ ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഹാൻഡിൽ ബാർ റൂമിൽ ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ട് വരാൻ പറ്റാത്തതാണ് എടുക്കാത്ത. പിന്നെ നമ്മളെ പഴയ സ്റ്റോക്ക് സീറ്റ്, പിന്നെ ഈ പെട്ടിക്കകത്ത് കുറച്ച് സംഭവങ്ങളുണ്ട് കാണിച്ചു തരാം. നമ്മളെ പഴയ സ്റ്റോക്ക് സീറ്റ്, ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഊരിയ സാധനങ്ങളാണ്. എല്ലാം അല്ല, കുറേയൊക്കെ സംഭവങ്ങളുണ്ട്. ഇതാണ് ഇതിലുണ്ടായിരുന്ന ബാക്ക് മഡ് ഗാർഡ്. അപ്പോൾ ഇതിനെ ഞാൻ ഊരിയിട്ടുണ്ട്. ഇതിനൊരു റിഫ്ലക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് അന്നേ ഊരിയാണ്, വണ്ടി എടുത്തപ്പോഴേ ഞാൻ ഊരി വെച്ചതാണ്. പിന്നെ ഇത് നമ്മളെ ബാറ്ററി ബോക്സ്, പിന്നെ പഴയ ഒരു തീർന്ന ലൂബ്, ഇത് പഴയ ഹെൽമെറ്റിൻ്റെ വൈസർ, പിന്നെ നമ്മളെ മിററും കാര്യങ്ങളൊക്കെ ഇതിൻ്റെതാണ്. ഇതിൻ്റെ വാറൻറ്റി കാർഡാണ്. പിന്നെ നമ്മളെ ഗ്രാബ് ഇതായിരിപ്പുണ്ട്. പിന്നെ നമ്മളേതൊരു ഇതിൻ്റെ ബ്രാക്കിൻ്റെ ഫ്ലൂയിഡാണിത്, .4ൻ്റെ. പിന്നെ ഇത് വൈസറാണ്. പണ്ട് ഇതിലൊരു വൈസർ ഉണ്ടായിരുന്നു, അതാണ് ആ സംഭവം. ഇതിൻ്റെ അകത്തും മിററാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്തും ഒരു മിറർ ഇരിപ്പുണ്ട്. പിന്നെ നമ്മളെ സാരി കാർഡ് ഇതായിരിപ്പുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ റൂമിനകത്തും കുറേ സംഭവങ്ങൾ ഇരിപ്പുണ്ട്, ഒരു ക്രാഷ് കാർഡ്, ഇതൊക്കെ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അതൊക്കെയാണ് നമ്മളെ പെട്ടിക്കകത്ത് വരണത്. ഇതാണ് പെട്ടി എടുത്ത് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇതാണ് റൂമിൽ നിന്ന് പോയി എടുത്തിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് എന്താണ് വെയിറ്റ് ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു ക്രാഷ് ഗാർഡ് ഇല്ലാത്തല്ലേ എന്താ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഇത്ര സാധനം തന്നെ എത്രയായി 10-15 രൂപയ്ക്കുള്ള സാധനം അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. പിന്നെ റൂമിനകത്തും കുറേ സംഭവങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ സീറ്റൊന്നും ഞാൻ കീറാതെ കവറിൽ പോയാണ് വയ്ക്കുന്നത്. എന്തായാലും ഇതൊക്കെ ഇനി തിരിച്ചെടുത്തുകൊണ്ട് റൂമിൽ കൊണ്ട് വയ്ക്കാൻ വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വണ്ടിയുടെ അപ്ഡേറ്റ്സ്. വാവ്, അടിപൊളിയല്ലേ. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യും. ട്രിപ്പ് പോകുന്ന വീഡിയോസ് എല്ലാം ഉടനെ സെറ്റാണ്. പൊടിയായി, വൃത്തിയായിട്ടിരുന്ന വണ്ടിയായിരുന്നു. പൊടിയായി എന്താ ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഗോപ്രോ എന്തായാലും വയ്ക്കുമ്പോൾ ഈ ഒരു ആംഗിളിൽ നമുക്ക് കിട്ടും. വാവ്, നീ ശരിക്കില്ല, ഈ ഒരു ആംഗിളല്ലേ നീസ്, ഇങ്ങനെ കിട്ടും. ഇത് മതി നമുക്ക്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് ഉടനെ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചില്ല, ജസ്റ്റ് സ്റ്റാർട്ടും കൂടെ ചെയ്യാം. എന്നിട്ട് എന്തായാലും ഈവനിങ് ഞാൻ എടുക്കും. പക്ഷെ അതൊന്നും തന്നെ കണ്ടൻ്റ് ആയിട്ടില്ല. ഫ്രണ്ടിൻ്റെ വീട്ടിലെല്ലാം പോകണമായിരിക്കും. ഫുൾ ടാങ്ക് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് 27 കിലോമീറ്റർ ആവുള്ളൂ. എത്ര മൈലേജ് കിട്ടും എന്നുള്ള വീഡിയോയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ട്രിപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെ എടുത്തുകൊണ്ട് അധികം നേരം ട്രേസ് ചെയ്യണില്ല. ഫുൾ ടാങ്ക് അടിച്ചല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ അത് തീർക്കണില്ല. എന്തായാലും ഇതൊക്കെയാണ് നമ്മളെ വണ്ടിയുടെ അപ്ഡേറ്റ്സ്. പിന്നെ ഇപ്പം ഫോൺ ഉപയോഗിച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഓട്ടിക്കുന്ന വീഡിയോ ഫോണിൽ അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തത്. പണ്ടത്തെ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആംഗിൾ കാണും. പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, കാരണം ഒരുപാട് വിഷയവും ഇതൊക്കെ കിടക്കണതുകൊണ്ട് ഇപ്പം ഞാനും കൂടെ ചെയ്ത് വെറുതെ ഇനിയൊരു വള്ളി വാങ്ങിച്ച് വെക്കണില്ല. പിന്നെ ഷോറൂം കുറച്ച് സംഭവങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. ഈ ഷോറൂം പണ്ട് എനിക്ക് പറ്റിയിട്ടുള്ള സംഭവമാണ്. എന്തായാലും ഞാൻ തിരിച്ച് കാണിച്ചു തരാം. പിന്നെ ഈ ഷോറൂം ഞാൻ ഇതുവരെ ഷോറൂമിൽ കൊടുത്ത് ഈ വണ്ടി സർവീസ് ചെയ്തിട്ടില്ല. ഇടയ്ക്കൊരിക്കൽ ഒരു പ്രശ്നത്തിന് വേണ്ടി ഞാൻ ഷോറൂം വരെ പോയിട്ടുണ്ടായിരുന്നു. ഈ ഡിസ്കിലൊരു ശബ്ദമുണ്ട്, ഇങ്ങനെ ഈ ഫ്രണ്ട് ഷേക്ക് ഇതാക്കുമ്പോൾ ടക്ക് 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 എന്ന് കേൾക്കും, ഡിസ്കിൻ്റെ അവിടെ നിന്ന് കേൾക്കുന്നതാണ്. അപ്പോൾ ആ പേരും പറഞ്ഞ് ഞാൻ നേരെ എവിടെ പോയി, നമ്മളെ ഷോറൂമിലോട്ട് പോയി. ഷോറൂമിൻ്റെ പേരൊന്നും പറയാനില്ല, ചിലപ്പോൾ അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അവിടെ പോയി. ഇൻ്റർസെപ്റ്റിനും GT-ക്കും വരുന്ന ഒരു ശബ്ദമാണ് അത്. അപ്പോൾ എന്തായാലും അവിടെ പോയ ഉടനെ ജസ്റ്റ് അങ്ങനെ ഒരു കറക്ക് ഇറക്കിയിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് ഇത് മാറണം 7500 രൂപ ഇത് മാറണമെന്ന് പറഞ്ഞാൽ ഷോറൂമാണ്. ഷോറൂം എന്ന് പറഞ്ഞാൽ സർവീസ് സെൻറ്ററിലാണ് ഞാൻ പോയത്. അപ്പോൾ എന്തായാലും അത് മാറണമെന്ന് പറഞ്ഞാൽ 7500 രൂപ ഡിസ്ക് മാറേണ്ടി വരും. ഡിസ്ക് കംപ്ലൈൻ്റ് ആണ്. എന്ത് ശബ്ദമെന്ന് എന്തായാലും പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞതാണ് ഈ സർവീസ് സെൻറ്ററിൽ, റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്റർ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്, അറിയാവുന്നവർക്കറിയാം. പേരൊന്നും ഞാൻ പറയണില്ല, ഞാൻ ഇനി അവർക്ക് എതിരെ ഒന്നും പറയണില്ല, അതിന് ഞാനൊന്നല്ല. അപ്പോൾ എന്തായാലും അങ്ങനെ പറഞ്ഞാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനുശേഷം സർവീസ് സെൻറ്ററിലൊന്നും കൊണ്ട് ഒരു സംഭവം മാറ്റിയിട്ടില്ല. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ അത് താളം കേൾക്കാൻ വയ്യ. എന്ന് വെച്ചാൽ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാളെ കിട്ടും, മറ്റന്ന് കിട്ടും. അത് എനിക്ക് ഇന്ന് വണ്ടി കൊടുത്ത വൈകിട്ട് കിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനിക്കും. എന്തായാലും അങ്ങനെയൊക്കെയുള്ള പണികളാണ് ഞാൻ ചെയ്യണത്. അല്ലാതെ ഇന്ന് കൊടുത്തിട്ട് ഇന്ന് ബ്രോ ഒരാഴ്ച കഴിഞ്ഞ് വാന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേണ്ട, വണ്ടി തന്നിട്ട് പോകാനേ പറയും. എന്തായാലും അതുകൊണ്ട്
അന്നത്തോടെ മതിയതാണ് ഈ സർവീസ് സെൻ്ററിലുള്ള പരിപാടി റോയൽ എൻഫീൽഡ്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ബില്ലടിക്കണം, അപ്പുറത്തെ സാധനം വാങ്ങണം, ഇപ്പുറത്തെ സാധനം വാങ്ങണം, സമയത്തിന് കിട്ടണം, പിന്നെ വിളിച്ച് ചോദിക്കണം. ഒരു ആവശ്യം നമുക്ക് കാണാൻ പോലും പറ്റില്ല നമ്മൾ വണ്ടി പണിയും. ഇപ്പോൾ ഉള്ള കടയിലാകുമ്പം മാന്യമായിട്ടുള്ള റേറ്റും എല്ലാം ഡീൽ ചെയ്ത് തരുന്ന ഒരു കടയാണ്. എന്തായാലും ഞാൻ കടയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിരിക്കുക. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, അത്യാവശ്യം ഫേമസ് ആയിട്ടൊരു കടയാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുത്തിരിക്കുക. എന്തായാലും ഡിസ്കിൻ്റെ ശബ്ദം എന്തായാലും ഞാൻ ഒന്ന് കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ച് കേട്ടോ, ഞാൻ വണ്ടി കയറി ഇരുന്നാലേ കേൾപ്പിക്കാൻ പറ്റും. ഈ ഒരു ശബ്ദമാണ്, ഈ ടക്ക് ടക്ക് നിങ്ങൾ കേട്ടോന്നറിയില്ല, വേറെ ഒന്നുമല്ല ശബ്ദം. ഈ ഡിസ്കിൽ ഇവിടെ തമ്മിൽ ഇങ്ങനെ ഒരേന്നൊരു ശബ്ദമാണ്. അത് ഇൻ്റർസെപ്റ്ററിലും GT-ക്കും വരുന്ന വണ്ടി വാങ്ങിക്കുമ്പോഴുള്ള ശബ്ദമാണ്. ഇതുപോലും അവിടുത്തെ സർവീസ് സെൻറ്ററിൽ നിൽക്കുന്ന നല്ല ഗണിതമായ കുട്ടികൾക്ക് അറിയില്ല. അവർ പറഞ്ഞ് ഇത് മാറ്റണം, മാറ്റാൻ പറഞ്ഞിട്ട് ഏകദേശം 7 മാസമായി. എൻ്റെ അടുത്ത് മാറ്റാൻ പറഞ്ഞു, ഇത് ഓടില്ല മാറ്റാൻ പറഞ്ഞു. 7 മാസം, ഏകദേശം ഞാൻ 5000 കിലോമീറ്റർ കഴിഞ്ഞ് 7 മാസത്തിന് ശേഷം. ഇതുവരെ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഉള്ളത് ബ്രേക്ക് വിട്ടു പോകണ കേസുള്ളൂ. കാരണം ഇത് ചൂടായി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടൂല. ബ്രേക്കാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നത്. ഫ്രണ്ടിൻ്റെ എനിക്ക് അറിഞ്ഞൂടാ, ചൂടായി കഴിഞ്ഞാൽ ഇതിന് ബ്രേക്ക് കിട്ടൂല. കാരണം അതിൻ്റെ ഫ്ലൂയിഡ് ചൂടായി കഴിഞ്ഞാൽ ബ്രേക്ക് അപ്പം പോകും. റോസ്മല ട്രിപ്പ് പോയപ്പോഴാണ് ലാസ്റ്റായിട്ട് അങ്ങനെ ഒരു അനുഭവം വന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സംഭവം, ഈ ഡിസ്ക് ഇങ്ങനെ ഇവിടെ തട്ടുന്ന ശബ്ദമാണ്, ടക്ക് ടക്ക് എന്ന് കേൾക്കുന്നത്. അതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വേറെ കടയിൽ ചോദിച്ചപ്പോൾ അത് കംപ്ലയിൻ്റ് അല്ല, ഇങ്ങനത്തെ എല്ലാ വണ്ടിക്കുള്ളതാണ്. ഞാൻ ഏകദേശം ഒരു 3-4 വണ്ടിയിൽ പോയി ഇത് ആട്ടി നോക്കിയതാണ്. അപ്പോഴൊന്നും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ എന്തായാലും ഈ സർവീസ് സെൻറ്റർ പരിപാടി അങ്ങ് നിർത്തി. നമ്മളെ റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്റർ ഞാൻ എന്തായാലും പോയെടുത്തല്ല, ഈ ഷോറൂമും കണക്കൊക്കെ തന്നെ. അതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിപാടി അങ്ങ് നിർത്തി. അതിനുശേഷമാണ് ഇങ്ങനത്തെ കടയിൽ എനിക്ക് അവിടെ 2-3 കട അറിയാം, അവിടെ തന്നെ ഞാൻ കൊണ്ട് കൊടുക്കും. ഇപ്പോൾ എന്തായാലും ഒരു കടയിൽ തന്നെയാണ് കൊടുക്കുന്നത്. നൈസായിട്ടെല്ലാം ചെയ്ത് എനിക്ക് എൻ്റെ രീതിയിലോട്ടാക്കി വണ്ടി സെറ്റാക്കി തരും. അതാണ് നിങ്ങൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി. എനിക്കിഷ്ടമുള്ള രീതിയിൽ, ഞാൻ പറയുന്ന രീതിയിൽ എങ്ങനെ സെറ്റാക്കി തരും. ചോദിക്കുന്ന പൈസ, മാന്യമായിട്ടുള്ള റേറ്റ്, സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക. അതപ്പം അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ വാങ്ങിച്ചുകൊണ്ട് വരും. എല്ലാം അതിൻ്റെതായ രീതിയിൽ പോകും. പിന്നെ ഇനി ഞാൻ ഇപ്പം ചെയിൻ ലൂബല്ല അടിച്ചിരിക്കുന്നത്, ഗിയർ എഞ്ചിൻ ഓയിൽ എന്താണ് ഒഴിച്ചിട്ടുള്ളത്. വേറെ ഒന്നല്ല, എൻ്റെ ചെയിൻ ലൂബില്ല. അപ്പം ചെയിൻ ലൂബില്ലാതെ ഓടാനും പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് തുള്ളി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. എന്തായാലും ഉടനെ അതൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ കുറച്ച് ഫണ്ടിൻ്റെ ഇഷ്യൂ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ. എന്തായാലും ഉടനെ ഇതെല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും സമയം ഏകദേശം ഇരുട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഞാൻ പിന്നെ ഈവനിങ് ആയപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഇറങ്ങിയാണ്. ഞാൻ എപ്പോഴും വണ്ടി നോക്കി തന്നെയാണ് പറയുന്നത്. വണ്ടി കാണുമ്പോൾ പ്രത്യേക ലുക്കല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് നമുക്ക് അതുപോലെ സെറ്റാക്കും. പിന്നെ സോസിൻ്റെ കാര്യം ഉടനെ റെഡിയാക്കാം. അപ്പോൾ എന്തായാലും പിന്നെ ലൈക്ക് അടിക്കാതെ ആരെങ്കിലും ലൈക്ക് അടിച്ച്, സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യും. അപ്പം പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ, വണ്ടി ഇങ്ങനെയൊക്കെയാണ് ഒരു സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ? വണ്ടി കമന്നിരിക്കണം. ഇല്ല. അപ്പം ഇതൊക്കെയാണ് സംഭവം. എന്തോ ഒരു സംഭവം പറയാൻ വന്നു, മറന്നുപോയി. അത് ഞാൻ ഓർക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ഇരുന്ന എല്ലാവർക്കും ബൈ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ടാറ്റാ. ഇത് വേറെ ഒന്നുമല്ല, യൂസ്ഡ് വണ്ടി വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്തായാലും ഞാൻ പറ്റുവാണെങ്കിൽ എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ വീണ്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തൊരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും കൂടെ സെറ്റപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ മൈലേജ് ടെസ്റ്റ് ചെയ്യണ വീഡിയോ ആണ്. എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മൈലേജ് ടെസ്റ്റ് ചെയ്യണ വീഡിയോ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ബൈ.